രാഹുൽ ഗാന്ധിയിലേക്കാണ് പോകുന്നത്. നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ലോക്സഭയിൽ നടക്കുന്നത് എന്താണെന്ന്. പ്രതിപക്ഷം അവിടെ കടുത്ത പ്രതിഷേധവും വിമർശനങ്ങളും ഭരണപക്ഷത്തിനെതിരെ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിതാ രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കാനുള്ള നീക്കങ്ങളിലേക്ക് BJP കടന്നിരിക്കുകയാണ്. BJP MP ആയ നിഷികാന്ത് ദുബെ അദ്ദേഹത്തെ അയോഗ്യനാക്കണമെന്ന് കാണിച്ച് നോട്ടീസ് നൽകിയിരിക്കുകയാണ് സഭയിൽ. ഇതിൽ ഇവർ ഉന്നയിക്കുന്ന കുറേ കാര്യങ്ങൾ പറയുന്നത് രാഹുൽ ഗാന്ധി സഭയെ തെറ്റിദ്ധരിപ്പിച്ചു, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ നിലവിലുള്ള MP സ്ഥാനം ഒഴിവാക്കണം, അതോടൊപ്പം തന്നെ ഇനി തെരഞ്ഞെടുപ്പിൽ നിന്ന് മത്സരിക്കാൻ അദ്ദേഹത്തെ വിലക്കണം എന്ന് കൂടിയിട്ട് പറയുന്നുണ്ട്. ഇതിനുള്ള കാരണങ്ങൾ എന്താണെന്ന് നമുക്കറിയാം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി. കാരണം മുൻ കരസേനാ മേധാവിയായ ജനറൽ MM നരവനെയുടെ പുസ്തകം രാഹുൽ ഉയർത്തിക്കാട്ടിയിരുന്നു. അതിൻ്റെ അകത്ത് നമ്മുടെ പ്രധാനമന്ത്രിയെയും അതേ കണക്ക് തന്നെ ആഭ്യന്തരമന്ത്രിയെയും പ്രശ്നത്തിലാക്കുന്ന കാര്യങ്ങൾ അതിൽ രാഹുൽ പരാമർശിക്കുകയും ചെയ്തിരുന്നു. ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്നാണ് ഇപ്പോഴും സർക്കാർ പറയുന്നത്. മറ്റൊന്ന്, ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിൽ മോദി ഇന്ത്യയെ അമേരിക്കയ്ക്ക് വിറ്റു എന്ന് രാഹുൽ പറഞ്ഞതായിരുന്നു. എപ്സ്റ്റീൻ ഫയൽസിലെ വെളിപ്പെടുത്തലുകളിൽ പരാമർശിക്കുന്ന പേരുകൾ കൂടിയിട്ട് രാഹുൽ പറഞ്ഞിരുന്നു. ഈ വിഷയങ്ങൾ മുൻനിർത്തിയിട്ടാണ് BJPയുടെ ഇപ്പോഴത്തെ രാഹുലിനെതിരായ നീക്കം. അജിംസ്, നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ രാഹുലിനെ സഭയിൽ സംസാരിക്കാൻ അനുവദിക്കാത്തതറിയായിരുന്നു. അതിനെതിരെ സ്പീക്കർക്കെതിരെ പ്രതിപക്ഷം നീങ്ങുകയും ചെയ്തു. ആ സമയത്താണ് പൊടുന്നനെ ഇപ്പോൾ രാഹുലിനെ അയോഗ്യനാക്കണമെന്നുള്ളൊരു BJPയുടെ നീക്കം. നമുക്കറിയാം മുമ്പും രാഹുലിനെ ഇത്തരത്തിൽ അയോഗ്യനാക്കി മാറ്റി നിർത്തിയിട്ടുണ്ട്. അല്ല, അത് മോദിയെക്കുറിച്ചും മോദിമാരെക്കുറിച്ച് പ്രസംഗിച്ചതിനാണ്. പാർലമെന്റിന് പുറത്ത് പ്രസംഗിച്ചതിൻ്റെ പേരിലാണ് അദ്ദേഹത്തെ അയോഗ്യനാക്കിയത്. പിന്നീട് അത് റീഇൻസ്റ്റേറ്റ് ചെയ്തു, ശിക്ഷാവിധിമാരെ റദ്ദാക്കുകയാണ് ചെയ്തത്. ഇത് പക്ഷേ അതുപോലൊരു പൊളിറ്റിക്കൽ റെട്ടറിക്കല്ലല്ലോ പ്രശ്നം. രാജ്യത്തെ സംബന്ധിച്ച് വളരെ നിർണായകമായൊരു പ്രശ്നമാണ് മുമ്പിൽ നിൽക്കുന്നത്. അതിൽ രണ്ട് കാര്യമാണുള്ളത്. അതിൽ ഒന്ന്, MM നരവനയുടെ പുസ്തകം ഉദ്ധരിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടുന്ന പ്രധാനപ്പെട്ട കാര്യം ചൈനയുടെ മുൻപിൽ മോദി ദുർബലനാകുന്നു എന്നുള്ള കാര്യമാണ്. മോദി ദുർബലനാകുന്നു എന്നൊരു വിഷയമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. ഈ ഇന്ത്യ-US ട്രേഡ് ഡീലുമായി ബന്ധപ്പെട്ട് രാഹുൽ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ട്രംപിന് മുന്നിലും മോദി ദുർബലനാകുന്നു. അപ്പോൾ നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയെക്കുറിച്ച് ഭരണകൂടത്തെ നയിക്കുന്ന പാർട്ടി BJP പ്രൊജക്റ്റ് ചെയ്യുന്നൊരു ഇമേജ് എന്താണ്? 56 ഇഞ്ചുള്ള വലിയ ശക്തിമാനായ വിശ്വഗുരു എന്ന ഇമേജാണ്. അങ്ങനെയല്ല എന്ന് രേഖകൾ തെളിയിക്കുകയാണ്. ഇപ്പോൾ എപ്സ്റ്റീൻ ഫയൽസ് പുറത്തു വന്നിട്ട് ഇപ്പോൾ നവംബറിൽ ഒരു ഭാഗം പുറത്തു വന്നതാണ്. ഇപ്പോൾ വീണ്ടും പുറത്തു വന്നിരിക്കുന്നു. അപ്പോൾ നവംബറിൽ തൊട്ടേ പ്രശ്നങ്ങളുണ്ട്. അത് രാജ്യത്ത് ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷേ ഇപ്പോൾ പുറത്തു വന്ന വിവരങ്ങളിൽ അത് ഈ അംബാനിയുമായി ബന്ധപ്പെട്ട ഇമെയിലുകൾ മാത്രം വായിച്ച് നോക്കിയാൽ എത്ര ഗൗരവമുള്ള വിഷയമാണിതെന്ന് നമുക്ക് മനസ്സിലാവും. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്റ്റീവ് ബാനോൻ എന്ന് പറഞ്ഞാൽ ട്രംപിൻ്റെ അഡ്വൈസറായിരുന്നു. അദ്ദേഹത്തിന് അയക്കുന്ന ഒരു ഇമെയിലിൽ പറയുന്നത് മോഡി സെൻഡ് സംവൺ ടു മീറ്റ് മീ എന്നാണ്. മോദി ഒരാളെ എന്നെ കാണാൻ വേണ്ടി അയക്കുന്നു. അന്ന് തന്നെ അനിൽ അംബാനി എപ്സ്റ്റീനെ പോയി കാണുന്നു. എപ്സ്റ്റീനും അനിൽ അംബാനിയും തമ്മിൽ ദീർഘമായ ഇമെയിൽ സംഭാഷണങ്ങളുണ്ട്. ഇമെയിൽ സംഭാഷണങ്ങളുടെ ഇടയിൽ ഒരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട്, കുറച്ചുകൂടി സെക്യൂർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടി നമുക്ക് സിഗ്നലിലേക്ക് മാറാം, ഞാൻ കുറച്ച് ഇൻസൈഡ് ബേസ്ബോൾസ് അയച്ചു തരാം എന്നൊക്കെ പറയുന്നുണ്ട്. വൈറ്റ് ഹൗസിനെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ അയച്ചു തരാം എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ സിഗ്നൽ എന്ന കമ്മ്യൂണിക്കേഷൻ ആപ്പിലൂടെ നടന്നുള്ള കമ്മ്യൂണിക്കേഷനെ പറ്റി ഒരു വിവരവും ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് പുറത്തോട്ട് രേഖകളിലില്ല, ഉള്ളത് ഇമെയിൽ മാത്രമാണ്. ഇനി ഇമെയിലിൽ തന്നെ ഈ പല കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. എന്താണ്? അതായത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മോദി അധികാരമേറ്റത് 2014 2014 2014 അധികാരമേറ്റ് ബരാക്ക് ഒബാമ US പ്രസിഡന്റ് ആയിരുന്ന സമയത്തുള്ള ഇന്ത്യ-US റിലേഷനെ പറ്റി നമുക്കറിയാം. കാരണം മോദിയെ ഒപ്പം ഇരുത്തി മൻമോഹൻ സിംഗിനെ പുകഴ്ത്തുകയായിരുന്നു ബരാക്ക് ഒബാമ. മോദി ബരാക്ക് ഒബാമയെ സന്ദർശിക്കാൻ വേണ്ടി US ചെല്ലുമ്പോൾ മോദിയെ ഒപ്പം ഇരുത്തിക്കൊണ്ട് മൻമോഹൻ സിംഗിനെ കുറിച്ചും നെഹ്റുവിനെ കുറിച്ചുമാണ് ബരാക്ക് ഒബാമ സംസാരിച്ചത്. 2016 ട്രംപ് അധികാരത്തിൽ വരുന്നത്. 2017 ട്രംപ് മോദി കൂടിക്കാഴ്ച നടക്കുന്നത്. അപ്പോൾ ട്രംപ് മോദി കൂടിക്കാഴ്ചയ്ക്ക് തൊട്ട് മുമ്പാണ് അനിൽ അംബാനിയെ മോദി സെൻഡ് സംവൺ ടു മീറ്റ് എപ്സ്റ്റീൻ എന്ന സംഭവം നടക്കുന്നത്. അപ്പോൾ അവർ തമ്മിലുള്ള സംഭാഷണത്തിൽ അനിൽ അംബാനിയോട് ചോദിക്കുന്നുണ്ട് എന്താണ് മോദിയുടെ ഫോക്കസ്. അപ്പോൾ മോദിയുടെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ ഫോക്കസ് ചൈനയും പാകിസ്ഥാനുമാണ്. സ്വാഭാവികമായും ഇന്ത്യയുടെ രണ്ട് അയൽവക്കങ്ങളാണ്, രണ്ടുപേരുമായും അത്ര രമ്യതയിലല്ല ഇന്ത്യ പോകുന്നത്. അമേരിക്കയ്ക്കും ഈ രണ്ട് രാജ്യങ്ങളിലും താല്പര്യമുണ്ട്. പാകിസ്ഥാനിൽ അമേരിക്കയ്ക്ക് താല്പര്യമുണ്ട്, ചൈനയ്ക്കും താല്പര്യമുണ്ട്. ചൈനയെ തടഞ്ഞു നിർത്തുക എന്നുള്ള ട്രംപിൻ്റെ അന്നത്തെ പോളിസിയാണ്. ചൈന എന്ന് പറയുന്നൊരു മെയിൻ മീറ്റിംഗ് പോയിൻ്റാണ് ട്രംപും മോദിയും തമ്മിലുള്ളതെന്ന് എപ്സ്റ്റീൻ തിരിച്ചറിയുന്നു. അത് സൂചിപ്പിക്കുന്നു എന്ന് പറഞ്ഞുള്ള ഇമെയിൽ രേഖകളുണ്ട്. ഈ സംഭാഷണത്തിനിടയിൽ ഇതിങ്ങനെ ദീർഘമായ ജിയോ പൊളിറ്റിക്കൽ സംഭാഷണത്തിൻ്റെ ഇടയിൽ ഒരു ഘട്ടത്തിൽ എന്താണ് എപ്സ്റ്റീൻ അനിൽ അംബാനിയോട് ചോദിക്കുകയാണ് whom you prefer എന്ന് ചോദിക്കുകയാണ്. അത് പല ആളുകളെപ്പറ്റിയും പല നയതന്ത്രജ്ഞരെ പറ്റിയും പറഞ്ഞതിൻ്റെ ഇടയ്ക്കാണ്. ഇത് എന്ത് കോണ്ടെക്സ്റ്റിലാണ് ഇത് വരുന്നത് അറിയില്ല. അപ്പോൾ എന്നിട്ട് എപ്സ്റ്റീൻ പറയുന്നു ഐ വിൽ സജസ്റ്റ് യു എ സ്വീഡിഷ് ടോൾ ബ്ലോണ്ട്, അത് പൊക്കമുള്ളൊരു
വെള്ളക്കാരിയായ സ്വീഡിഷുകാരിയെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അത് പെട്ടെന്ന് അതുവരെ ജിയോ പൊളിറ്റിക്സ് പറഞ്ഞിടത്തിൽ നിന്ന് വളരെ പേഴ്സണലായിട്ട് ചില കാര്യങ്ങളിലേക്ക് മാറുകയാണ് ആ സംഭാഷണം. അപ്പോൾ എപ്സ്റ്റീൻ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ടേസ്റ്റ് എന്താണ്, അതായത് സ്ത്രീകളെ പറ്റിയുള്ള ടേസ്റ്റാണ് ചോദിക്കുന്നത്. അങ്ങനെ പറയാൻ പറ്റില്ല, നിങ്ങൾ ഏതെങ്കിലും സിനിമാ നടിയുടെ പേര് പറയും. അപ്പോൾ സിനിമാ നടി എന്ന് പറയുമ്പോൾ ഒരു പഴയ, അവരുടെ പേര് ഞാൻ ഉദ്ധരിക്കുന്നില്ല, ഒരു പഴയ ഹോളിവുഡ് നടിയെ പറ്റി പറയുന്നുണ്ട്. അതൊന്നും ആവല്ലേ, അത് ഏജിസ്റ്റ് കമൻ്റാണ്. അതായത് അവരിപ്പോൾ വൃദ്ധയാണ്, മെറിൽ സ്ട്രീപ്പ് ഇപ്പോൾ വൃദ്ധയാണ്. അപ്പോൾ അതുപോലെയുള്ള ആളുകളെ പറ്റി നിങ്ങൾ പറയല്ലേ. അപ്പോൾ അതെന്തുകൊണ്ടാണ് എപ്സ്റ്റീൻ പറയുകയാണ്, എൻ്റെ ചില ഗസ്റ്റുകൾക്ക് അങ്ങനെ ചില വിചിത്രമായ താല്പര്യങ്ങളുണ്ടായിരുന്നു. ഐ ആം ഗ്ലാഡ് യു ഹാവ് ഇൻട്രസ്റ്റ് ഓൺ യങ് ബ്ലോൺസ് എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടൊരു ദീർഘ സംഭാഷണമുണ്ട്. അപ്പോൾ അംബാനി തിരിച്ചു പറയുകയാണ്, ഞങ്ങൾ അടുത്തിറക്കാൻ പോകുന്ന സിനിമയിൽ നായിക സ്കാർലറ്റ് ജോൺസണാണ്. പുള്ളി സന്തോഷമാവുന്നുണ്ട്, നിങ്ങൾക്ക് ചെറുപ്പക്കാരികളാണ് ഇഷ്ടം എന്നുള്ളതുകൊണ്ട്. ഇത് ഏതെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ പ്രവൃത്തി അനിൽ അംബാനി അവിടെ ചെയ്തു എന്നോ, പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ദുരുപയോഗിച്ചെന്നോ അബ്യൂസ് ചെയ്തെന്നോ എന്നുള്ളതിന് തെളിവല്ല. പക്ഷേ ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു വശത്ത് ഇന്ത്യ ചൈന, ഇന്ത്യ പാകിസ്ഥാൻ, ഇന്ത്യ US തുടങ്ങിയ നിർണായകമായ നയതന്ത്ര കാര്യങ്ങൾ സംസാരിക്കുകയാണ് എപ്സ്റ്റീനും അനിൽ അംബാനിയും. സ്റ്റീവ് ബാനനുമായി അനിൽ അംബാനിയെ കണക്ട് ചെയ്യുന്നു. മോദിക്ക് വേണ്ടിയാണ് അനിൽ അംബാനി വരുന്നതെന്ന് എപ്സ്റ്റീൻ പറയുന്നു. മോദി സെൻഡ് സംവൺ, അനിൽ അംബാനി അങ്ങോട്ട് അയക്കുന്നു. അപ്പോൾ മോദിയുടെ ഉദ്ദേശം എന്താണ്? വൈറ്റ് ഹൗസിൽ ഇനിയും വേണ്ടത്ര പിടിയില്ല. ആർക്ക്? ഇന്ത്യക്ക് വേണ്ടത്ര പിടിയില്ല. ട്രംപ് വന്നതിന് ശേഷം ട്രംപുമായിട്ടുള്ളൊരു ഊഷ്മളമായ സൗഹൃദമോ നയതന്ത്രമോ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. മറ്റൊന്നുകൂടി ചോദിക്കുന്നുണ്ട്, എന്താണ് നിങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യം? നമ്മുടെ ലക്ഷ്യം ഡിഫൻസാണ്, അതായത് ഇന്ത്യ US ഡിഫൻസ് ഡീലാണ് ലക്ഷ്യം. എങ്ങനെയാണ് അംബാനി ഓൺ ബോർഡിൽ വരുന്നത് ഇന്ത്യ US ഡിഫൻസ് ഡീലിൽ? അംബാനി റഫാൽ ഡീലിൽ ആ സമയത്ത് കയറി വരുന്നുണ്ട്, റഫാൽ, പക്ഷേ US-മായിട്ടുള്ള ഇതിൽ വരുന്നില്ല. അപ്പോൾ അമേരിക്കയിൽ ഒരു ടയർ 2 അല്ലെങ്കിൽ ട്രാക്ക് 2 ഡിപ്ലോമാറ്റിക് മിഷനാണ് യഥാർത്ഥത്തിൽ അംബാനി അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് ചുക്കാൻ പിടിക്കുന്നവരാണ് ഈ എപ്സ്റ്റീൻ. ഇപ്പോൾ ഇന്നലെ മറ്റേ ഹർദീപ് സിംഗ് പുരി, ഈ എപ്സ്റ്റീനുമായി ബന്ധമുണ്ടെന്ന് ഇമെയിലൂടെ തെളിഞ്ഞ ഹർദീപ് സിംഗ് പുരി വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. അദ്ദേഹം പറയുന്നത്, ഞാനൊരു ഡെലിഗേഷൻ്റെ ഭാഗമായിട്ടാണ് പോയത്, ഇൻ്റർനാഷണൽ പീസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഈ ഇമെയിൽ മുഴുവൻ വായിച്ചിട്ടുള്ളവരാണ് ഇന്ത്യയിലെ മാധ്യമപ്രവർത്തകർ. ഇന്നലെ അദ്ദേഹം പ്രസ് മീറ്റ് എടുത്തുമ്പോൾ മുമ്പിലിരിക്കുന്ന ആൾക്കാർ മുഴുവൻ ഇത് വായിച്ചിട്ടുണ്ടാവും. ഹർദീപ് സിംഗ് പുരിയും എപ്സ്റ്റീനും തമ്മിൽ നടന്ന ഇമെയിൽ സംഭാഷണം ഒരു ഡെലിഗേഷൻ്റെ ഭാഗമല്ല, വഷളത്തരം പോലും അതിൽ പറയുന്നുണ്ട്. ഈ പറയുന്ന ഹർദീപ് സിംഗ് പുരി ഒരു ഘട്ടത്തിൽ എപ്സ്റ്റീനോട് പറയാണ്, ഐലൻഡിൽ ഇന്ന് വീക്കെൻഡ് പോകുന്നുണ്ടല്ലോ, അവിടെ ആസ്വദിക്കൂ, നിങ്ങൾ എൻജോയ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ്, ഈ കാര്യത്തിൽ മറ്റുള്ളവരുടെ ഒരു പുകഴ്ത്തൽ ആഗ്രഹിക്കുന്ന ഒരാളല്ല താങ്കളെന്ന് എനിക്കറിയാം. അതായത് അയാൾ അവിടെ എന്താണ് ചെയ്തതെന്ന് ഹർദീപ് സിംഗ് പുരിക്ക് അറിയാം, അയാൾ അവിടെ എൻജോയ് ചെയ്തത് എന്താണെന്ന് അറിയാം. ഇതിൽ മറ്റൊരാളുടെ വാലിഡേഷൻ ആവശ്യമില്ലാത്ത ഒരാളാണെന്ന് പുകഴ്ത്തുകയാണ് എപ്സ്റ്റീൻ. ഹർദീപ് സിംഗ് പുരി എന്ത് ഡെലിഗേഷനായിട്ട് അയാൾ കാണാൻ പോയത് എന്ന് ആ ഇമെയിൽ വായിക്കുമ്പോൾ അറിയാം എന്താണ് എപ്സ്റ്റീൻ എന്നും. ഇനി എപ്സ്റ്റീൻ എന്താണെന്ന് അറിയില്ല എന്ന് പറഞ്ഞാൽ 2008 മൈനർ ആയിട്ടുള്ള പെൺകുട്ടികളെ അബ്യൂസ് ചെയ്തതിൻ്റെ പേരിൽ 1.5 കൊല്ലം ജയിലിൽ കിടന്നയാളാണ് എപ്സ്റ്റീൻ, 2008. അതിനുശേഷമാണ് പിന്നീട് ട്രംപിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള അലക്സ് അക്കോസ്റ്റയുമായിട്ടുള്ള ഒരു സ്വീറ്റ് ഹാർട്ട് ഡീലിലൂടെ 1.5 വർഷം കഴിഞ്ഞ് ഇയാൾ എപ്സ്റ്റീൻ പുറത്തു വരുന്നത്. അതിനുശേഷം അയാളെ പണി തുറന്നു. അതിനൊക്കെ എത്രയോ കൊല്ലങ്ങൾക്ക് ശേഷമാണ് അനിൽ അംബാനി ഇയാളുമായിട്ട് എന്ത് ചെയ്യുന്നത്, പ്രതിരോധ കാര്യങ്ങൾ സംസാരിക്കുന്നത്, നയതന്ത്ര കാര്യങ്ങൾ സംസാരിക്കുന്നത്. അപ്പോൾ മോദി അംബാനിയെ ട്രംപുമായുള്ള നയതന്ത്ര കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി വൈറ്റ് ഹൗസിനെ സ്വാധീനിക്കാൻ വേണ്ടി എപ്സ്റ്റീനെ കാണാൻ അയച്ചോ? ഈ ചോദ്യം ഇന്ത്യയിലെ ജനങ്ങൾ ചോദിക്കണ്ടേ, പ്രതിപക്ഷം ചോദിക്കണ്ടേ, അതിനോട് മറുപടി പറയണ്ടേ? ഹർദീപ് സിംഗ് പുരി എന്ന് പറയുന്ന മോദി മന്ത്രിസഭയിലെ കേന്ദ്രമന്ത്രി എപ്സ്റ്റീനുമായി ഐലൻഡിൽ പോയിട്ടുണ്ടോ? അയാൾ കുട്ടികൾ അബ്യൂസ് ചെയ്തിട്ടുണ്ടോ? ഈ കാര്യം ഇവർക്ക് അറിയാമായിരുന്നില്ലേ? എന്തിന് എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ടു? തുടങ്ങിയ കാര്യങ്ങൾക്ക് മറുപടി പറയണ്ടേ? എപ്സ്റ്റീനെ കുറിച്ച് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ബിൽ ഗേറ്റ്സ് പറയുന്നുണ്ട്. ഞാൻ പരിചയപ്പെടുമ്പോൾ ഇയാൾ ഇങ്ങനത്തെ ആളാണെന്ന് അറിയില്ല. ബിൽ ഗേറ്റ്സ് പോകുന്നത് അദ്ദേഹം പറയുന്നത് 2008 മുമ്പാണ്. അന്ന് അറിയില്ലായിരുന്നു, വേണമെങ്കിൽ വാദിക്കാം. പക്ഷേ ഇയാൾ ജയിലിൽ 1.5 കൊല്ലം കിടന്ന് പുറത്തിറങ്ങി വന്നതിന് ശേഷം ഈ പറയുന്ന മഹാന്മാരൊക്കെ എപ്സ്റ്റീൻ്റെ ഐലൻഡിൽ പോവുകയും ആതിഥ്യത്തെ സ്വീകരിക്കുകയും നയതന്ത്രം സംസാരിക്കുകയും സ്വീഡിഷ് ബ്ലോൺസിനെ പറ്റി സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് രാജ്യത്തോട് പറയാൻ ഈ സർക്കാർ ബാധ്യസ്ഥരാവണം. ആ ചോദ്യങ്ങളെ ഭയന്നുകൊണ്ട് രാഹുൽ ഗാന്ധി അങ്ങോട്ട് അയോഗ്യനാക്കി ശബ്ദമില്ലാതായി കളയാന്ന് പറഞ്ഞാൽ ഒരു പരിധിവരെ അവർക്കതിന് സാധിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇന്നലെ ഹർദീപ് സിംഗ് പുരി ഈ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ ഒറ്റെണ്ണം തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നില്ല. ഇമെയിലിൽ അങ്ങനെയൊന്നുമല്ലോ പറയുന്നത്, ആരും ചോദിക്കുന്നില്ല. അത് വേറെ കാര്യം. പാർലമെൻറ്റിൽ അത് ചോദിക്കപ്പെട്ടാൽ അത് രേഖപ്പെടുത്തപ്പെടും എന്നറിയാം. അതായത് യഥാർത്ഥത്തിൽ മോദി യഥാർത്ഥത്തിൽ എന്താണ് എന്നുള്ളത് രേഖാപരമായി എക്സ്പോസ്ഡ് ആവുകയാണ്. മുമ്പ് ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ആരോപിക്കുന്നവരെയും വായടപ്പിക്കാൻ ഈ ഭരണകൂടത്തിൽ കഴിഞ്ഞിരുന്നു. ഇതങ്ങനെയല്ല, ഇത് രേഖപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞു. ഈ രേഖപ്പെടുത്തപ്പെട്ട ഈ കാര്യങ്ങൾ എന്തുകൊണ്ട് ഈ സമയത്ത് പുറത്തു വരുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. കാരണം റിഡാക്ട് ചെയ്യപ്പെട്ട ധാരാളം ഫയലുകളുള്ള സമയത്ത്
ഏറ്റവും കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള വിവരങ്ങൾ എപ്സ്റ്റീൻ ഫയൽസിൽ നിന്ന് പുറത്തു വരുന്നത് മോദിയെക്കുറിച്ചാണ്. അതിന് തൊട്ടുടനെ തന്നെ ഒരു US ഇന്ത്യ ട്രേഡ് ഡീൽ ഉണ്ടാകുന്നു. ആ ട്രേഡ് ഡീൽ ഇന്ത്യക്ക് തിരിച്ചടി നേരിടുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഈ ട്രേഡ് ഡീലിനെ പറ്റി ചോദിക്കരുത്. ഇന്ത്യൻ കർഷകരുടെ ജീവിതത്തെ ഇരുട്ടിലാക്കുന്ന ഈ വ്യാപാര കരാറിലെ ചതിയെപ്പറ്റി പറയരുത്. ഇതൊരു ട്രാപ്പ് ഡീലാണെന്ന് പറയരുത്. അങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിക്കരുത്. ചൈനയ്ക്കെതിരെ 56 നെഞ്ചളവില്ല, ചൈനയ്ക്കെതിരെ ജോ ഉചിത് സംജോ വോ കരോ എന്ന് പറഞ്ഞ് കൈ കഴുകുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വത്തെയാണ് ആ പുസ്തകത്തിൽ കാണുന്നത്. 35 പുസ്തകങ്ങൾ 2020 മുതൽ 2025 വരെ പ്രതിരോധ മന്ത്രാലയം അനുമതി കൊടുത്തിട്ടുണ്ട്. വ്യത്യസ്ത പട്ടാളക്കാർ എഴുതിയ പുസ്തകങ്ങൾ. ആകെ തടഞ്ഞു വെച്ചത് MM നരവണയുടെ പുസ്തകം മാത്രമാണ്. എന്തുകൊണ്ട്? അതിൽ ഈ പരാമർശമുള്ളതുകൊണ്ടാണ്. ഈ പരാമർശം പോലും നേർക്ക് നേരെ ഭരണകൂടത്തെയോ BJPയെയോ പ്രധാനമന്ത്രിയോ കുറ്റപ്പെടുത്തുന്ന രീതിയിലല്ല നരവണ അതിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞ് ഇങ്ങനെ നടന്നു, ഇങ്ങനെ സംഭവം നടന്നു. ഞാൻ പലവട്ടം പൊളിറ്റിക്കൽ ലീഡർഷിപ്പുമായിട്ട് ഇക്കാര്യത്തിൽ ആശയവിനിമയം നടത്തി. എനിക്കൊരു മറുപടിയും കിട്ടിയില്ല. ഒരു എന്താണ് ഒരു തീക്കട്ട കയ്യിൽ വെച്ചിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു എനിക്കത്. എനിക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് അഡ്വൈസ് തേടി ദിവസങ്ങൾ കുറേ സമയം കഴിഞ്ഞ് പലവട്ടം ഈ കമ്മ്യൂണിക്കേഷൻ നടത്തിയതിന് ശേഷമാണ് ജോ ഉചിത് സംജോ വോ കരോ എന്ന് പറഞ്ഞത്. അതാണെങ്കിൽ നേരത്തെ ചെയ്യാമായിരുന്നു അവർക്ക്. അങ്ങനെ ഒരു ഫ്രീ ഹാൻഡ് സൈന്യത്തിന് കൊടുത്തിട്ടുണ്ടെന്നാണ് BJP വക്താക്കൾ ചാനൽ ചർച്ചയിൽ വന്നതെന്ന് പറയുന്നത്. ഫ്രീ ഹാൻഡ് ഉണ്ടെങ്കിൽ പിന്നെ നേരത്തെ അവർക്ക് അത് ചെയ്യാമായിരുന്നു. എന്തുകൊണ്ടാണ് ദിവസങ്ങളോളം കഴിഞ്ഞ് ഈ പറയുന്ന ചൈനീസ് പട്ടാളം നമ്മുടെ അതിർത്തിയിലേക്ക് കടന്നു വന്നുകൊണ്ടേയിരിക്കുമ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ്റെ കാര്യം എന്തായിരുന്നു? ഇതാണ് ചോദിക്കാൻ ഉന്നയിക്കുന്ന ഒരു ചോദ്യം. അപ്പോൾ ഈ ചോദ്യങ്ങൾക്കൊന്നും മറുപടി തരില്ല. ആ ചോദ്യം ഉന്നയിക്കുന്ന രാഹുൽ ഗാന്ധി അങ്ങ് നിശബ്ദനാക്കി കളയാമെന്ന് ഈ നിഷികാന്ത് ദുബെ പോലെ വർഗീയത പറയാൻ വേണ്ടി മാത്രം വാതുറക്കുന്നവർ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല. കാരണം അത്തരം ആ സമയം കഴിഞ്ഞു. അതായത് മോദിക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുന്ന അബ്സൊല്യൂട്ട് മജോറിറ്റി ഉണ്ടായിരുന്നു 2014 to 19, 19 to 24 ആ കാലം കഴിഞ്ഞു. ഇന്ന് മോദിക്ക് അങ്ങനെ മജോറിറ്റി ഒന്നുമില്ല. മോദി ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ മുഴുവൻ എന്താണ് പറയുക മിസ്യൂസ് ചെയ്തുകൊണ്ട് പ്രതിപക്ഷത്തിനെ വാടപ്പിക്കാൻ ശ്രമിച്ചാൽ എത്ര കാലം അത് കഴിയുമെന്ന് നമുക്ക് നോക്കിയിരുന്ന് കാണാം. കാരണം എന്താ വെച്ചാൽ അങ്ങനെ ഒരു അബ്സൊല്യൂട്ട് മജോറിറ്റി ഇല്ല, അങ്ങനെ ഒരു ഏകാധിപത്യ പ്രവണതയിലേക്ക് മോദിക്ക് പോകാനുള്ള ശക്തി ഇപ്പോഴില്ല. മോദി ഇപ്പോൾ ദുർബലനാണ്. യെസ് നിഷാദ്, രാഹുൽ ദേശവിരുദ്ധ പ്രവർത്തനം നടത്തുന്നുവെന്നാണ് BJPയുടെ ആരോപണം. ഇന്നിപ്പോൾ വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ പറയുന്ന കാര്യം ഈ ഇന്ത്യ അമേരിക്ക ട്രേഡ് കരാറിൽ രാഹുൽ പറയുന്ന മുഴുവൻ വാസ്തവവിരുദ്ധ കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ സഭയിൽ കഴിഞ്ഞ ദിവസം നടന്നൊരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. ഈ ബജറ്റ് ചർച്ചയായിട്ട് ബന്ധപ്പെട്ട് അദാനിയുടെ അംബാനിയുടെയും പേരുകൾ പരാമർശിച്ചപ്പോൾ അവരുടെ പേരുകൾ പറയാൻ പാടില്ല എന്ന് സ്പീക്കർ റൂളിംഗ് കൂടി കൊടുക്കുകയുണ്ടായി. അല്ല, ട്രേഡ് ഡീലുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി പറയുന്നത് മുഴുവൻ നുണയാണെങ്കിൽ ട്രേഡ് ഡീലുമായി ബന്ധപ്പെട്ട വസ്തുതകൾ അവർ പറയുകയാണല്ലോ ചെയ്യേണ്ടത്. ട്രേഡ് ഡീലുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ മൗനം അവലംബിക്കും, നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് നുണയമാണ് എന്ന് പറഞ്ഞതിൻ്റെ യുക്തി എന്താണ്? നമുക്ക് മനസ്സിലാവാത്ത ഒന്നാണത്. ഒരു കാര്യമുള്ളത്, നേരത്തെ പറഞ്ഞ പോലെ രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന രാഷ്ട്രീയ പ്രശ്നത്തിന് മറുപടി പറയാനുള്ള ശേഷി ഈ ഭരണകൂടത്തിനും അതിനെ നയിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കും അതിന് തലപ്പത്തിരിക്കുന്ന ആൾക്കാർക്കും ഇല്ല എന്ന ഒരു പ്രശ്നത്തെ അവർ നേരിടുകയാണ്. അപ്പോൾ എന്ത് ചെയ്യണം? അവരത് മ്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അവർ രാഹുൽ ഗാന്ധിയെ മ്യൂട്ട് ചെയ്യുന്നു, രാഹുൽ ഗാന്ധിക്ക് വേണ്ടി സംസാരിക്കുന്നവരെ മ്യൂട്ട് ചെയ്യുന്നു, സോഷ്യൽ മീഡിയയെ മ്യൂട്ട് ചെയ്യുന്നു, എല്ലാത്തിനെയും മ്യൂട്ട് ചെയ്ത് ഈ ശബ്ദം ഒച്ച ഒന്ന് കുറയ്ക്കാൻ ശ്രമിക്കുമെന്നാണ് പറ്റുമെന്നാണ് ഇവർ നോക്കിക്കൊണ്ടിരുന്ന കാര്യം. നോക്കൂ, നിഷികാന്ത് ദുബെ അത് ഏതൊക്കെ വഴിക്ക് വിവാദത്തിൽപ്പെട്ട ആളാണെന്ന് നമുക്കറിയാം. നല്ല വഴിക്കൊന്നും രാജ്യത്ത് ശ്രദ്ധിക്കപ്പെട്ടുള്ള ഒരു MP അല്ല നിഷികാന്ത് ദുബെ. അദ്ദേഹം ഇപ്പോൾ പറയുകയാണ് രാഹുൽ ഗാന്ധിയെ നയിക്കുന്നത് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ പിന്നിലുള്ള ശക്തി ജോർജ് സോറോസ് ആണെന്ന് പറയുകയാണ്. വിദേശിയായ ഒരാളുടെ താല്പര്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ് രാജ്യത്തിനെതിരായിട്ട് അദ്ദേഹം സംസാരിക്കുന്നതെന്ന്. അപ്പോൾ ജോർജ് സോറോസ് എന്നയാളുടെ പേര് കേൾക്കുമ്പോൾ പെട്ടെന്ന് ആവേശത്തോടെ ചാടി വീഴുകയാണ്. അപ്പോൾ രാഹുൽ ഗാന്ധി അപ്പോൾ ജെഫ്രി എപ്സ്റ്റീൻ എന്ന് പറയുകയാണ്. ഞാൻ ജോർജ് സോറോസിനാണ് നയിക്കപ്പെടുന്നതെങ്കിൽ നിങ്ങൾ ജെഫ്രി എപ്സ്റ്റീനിലാണോ നയിക്കപ്പെടുന്ന ചോദ്യം വരുമ്പോൾ എപ്സ്റ്റീൻ്റെ പേരൊന്നും പറയാൻ പാടില്ല, അങ്ങനെ വിദേശത്തുള്ള ആൾക്കാർ നമ്മൾ തമ്മിൽ എന്ത് ബന്ധമെന്ന് ചോദിക്കുകയാണ്. ജോർജ് സോറോസിൻ്റെ പേര് ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാർ ഇന്നും പറഞ്ഞല്ലോ, ആവേശത്തോടെ പറഞ്ഞല്ലോ വിദേശത്തുള്ള സായിപ്പന്മാരാണ് ഇവന്മാരെ നിയന്ത്രിക്കുന്നത്. അങ്ങനെയാണ് ജെഫ്രി എപ്സ്റ്റീനുമായിട്ടുള്ള ഇവരുടെ ബന്ധം എന്താണെന്നല്ല വിശദീകരിക്കേണ്ടത്. അത് വിശദീകരിക്കാൻ ഇവർക്ക് കഴിയുന്നില്ല എന്ന് മാത്രമല്ല ആ കാര്യത്തിൽ മറുപടി പറയാൻ പോലും പറ്റത്തില്ല. വെറും ഫൂളിഷ് തിങ്സിനൊക്കെ ഞങ്ങളിതിന് മറുപടി വേണമെന്നുള്ള ഒറ്റ വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നേരത്തെ അജിംസ് പറഞ്ഞ ഇതിനകത്തുള്ള കാര്യം ചോദിച്ചാൽ സമ്പൂർണ്ണമായി എക്സ്പോസ്ഡായി കഴിഞ്ഞിട്ടുള്ള മനുഷ്യർ രക്ഷപ്പെടാനും വേണ്ടി കാണിക്കുന്ന വലിയ തത്രപ്പാടുകളാണ്. അതിനകത്ത് രാഹുൽ ഗാന്ധിയെ ഇപ്പോൾ അയോഗ്യരാക്കണമെന്ന് ആവശ്യപ്പെട്ടൊരു മോഷൻ മൂവ് ചെയ്യുകയോ അല്ലെങ്കിൽ കോടതിയിൽ ഹർജി കൊടുക്കുകയൊക്കെ ചെയ്താൽ ചിലപ്പോൾ ഒരുപക്ഷെ കഴിഞ്ഞ തവണത്തെ പോലെ അനുകൂല വിധിയൊക്കെ ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും. രാഹുൽ ഗാന്ധിയെ പുറത്തിറക്കി വിടാനും പറ്റുമായിരിക്കും. രാഹുൽ ഗാന്ധിയെ വീട്ടിൽ നിന്ന് വേഗത്തിലാക്കി വിടാനൊക്കെ പറ്റുമായിരിക്കും. പക്ഷേ രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന പോയിന്റ് എന്നുള്ള സംഗതി വളരെ വാലിഡായിട്ട് അവിടെ നിൽക്കുകയാണ്. എനിക്ക് രാഹുൽ ഗാന്ധിയുടെ ഈ ദിവസത്തെ പെർഫോമൻസ് കാണാൻ ഭയങ്കര രസമാണ്. അദ്ദേഹം പാർലമെൻറ്റിൻ്റെ മുമ്പിൽ ഇറങ്ങി ചെല്ലുമ്പോൾ 2 മന്ത്രിമാർ മാധ്യമങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അശ്വിനി വൈഷ്ണവ്, യെസ്. അപ്പോൾ അശ്വിനി വൈഷ്ണവും പ്രഹ്ലാദ് ജോഷിയും മാധ്യമങ്ങളെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം അടുത്തേക്ക് എന്നിട്ട് അപ്പോൾ നമുക്ക് ഒരുമിച്ച് സംസാരിക്കാമെന്ന് പറയുന്നത്. നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ പോയിന്റും പറയാം. അവർ ഓടി തള്ളി. ഇപ്പോൾ സാധാരണ നിലയ്ക്ക് ഒരു പ്രതിപക്ഷ നേതാവ് ഇറങ്ങി വന്നിട്ട് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ പോലെയുള്ള അങ്ങനെ നിലയ്ക്ക് ഇടപെടുകയില്ല. അദ്ദേഹം വിട്ടുവെന്ന് പറഞ്ഞിട്ടില്ല. അതാ ഒരു ചതിയൻ നടന്നു വരുന്നു നോക്കിക്കൊള്ളുന്നു. പുള്ളി ആകെ അങ്കലാപ്പിലായിപ്പോയി. കാരണം ഇയാൾ രാജ്യദ്രോഹികൾ എന്ന് വിളിക്കുകയാണ് ഇവരെ. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് അപ്പുറത്ത് BJP ചേർന്ന് മന്ത്രിയായ ആളാണെന്ന് ഓർക്കണം.
അപ്പോൾ രാഹുൽ ഗാന്ധി പാർലമെൻറ്റിനകത്തും പുറത്തും നിറഞ്ഞു കളിക്കുകയാണ്. ഇന്നലെ മാധ്യമങ്ങൾ അദ്ദേഹത്തോട് ബൈറ്റ് വയ്ക്കാൻ വേണ്ടി കാരണത്തേക്ക് മയക്കി നീട്ടുന്നുണ്ടായിരുന്നു. നിങ്ങൾ മാധ്യമപ്രവർത്തകരല്ലേ, കുറച്ചെങ്കിലും ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്ന സംഗതി കാണിക്കേ, നിങ്ങൾ ചെയ്യുന്ന പണി എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വർത്തമാനം പറ. അപ്പോൾ അല്ല സാർ അതൊക്കെ ഓക്കെ, ഞങ്ങൾ ഈ കാര്യം ചോദിക്കട്ടെ, അല്ല ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഈ നിങ്ങളെക്കുറിച്ച്, അതിപ്പോൾ കൊടുക്ക് എന്ന് പറഞ്ഞിട്ട് പുള്ളി പോകുന്നുണ്ട്. അപ്പോൾ രാഹുൽ ഗാന്ധി ഭയങ്കര എനർജിയിൽ ഈ വിഷയത്തിൽ നിൽക്കുകയാണ്. അയാളുടെ കോൺഫിഡൻസ് ലെവൽ സമ്മതിക്കണം. ഒന്നാമത് നിങ്ങൾ അയോഗ്യരാക്കാനോ ജയിലിടാനോ എന്ന് വന്നാൽ ഞാൻ അതിന് വഴങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളല്ല, ഒന്നാമത് പറയുന്നു. രണ്ട്, ഞാൻ വിചാരിക്കുന്നത് അയാൾ എടുത്തിട്ടുള്ള വിഷയത്തെക്കുറിച്ച് അയാൾക്ക് ഫുള്ളി കോൺഫിഡൻ്റ് ആണ്. അതായത് നരവനയുടെ പുസ്തകം അന്താരാഷ്ട്ര വിപണിയിൽ അവൈലബിൾ ആണെന്നുള്ള വിവരം ഇന്നിപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്നുള്ള പെൻഗ്വിൻ ബുക്സിൻ്റെ വാദം നിലനിൽക്കുന്ന ഒന്നല്ല, സർക്കാരിൻ്റെ വാദവും നിലനിൽക്കുന്ന ഒന്നല്ല. അത് അവൈലബിൾ ആയിട്ടുള്ളൊരു സംഗതിയാണ്. അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന കാര്യം നരവനെ നിഷേധിച്ചിട്ടില്ല, സർക്കാരും നിഷേധിച്ചിട്ടില്ല. ആ കോൺഫിഡൻസിലാണ് രാഹുൽ ഗാന്ധി ഉറക്കെ സംസാരിക്കുന്നത് ഈ വിഷയം. രണ്ടാമത്തേത്, ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കൂടുതൽ പുറത്തു വരുമ്പോൾ നരേന്ദ്രമോദി സർക്കാരിൻ്റെ പ്രധാന ഭാഗമായിരുന്ന ഒരാൾ അദ്ദേഹവുമായി നടത്തുന്ന ചാറ്റിൻ്റെയും ഇമെയിലിൻ്റെയും വിശദാംശങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ വരുന്നത് അസുഖകരമായി എന്തൊക്കെയോ നടന്നിട്ടുണ്ടെന്നാണ്. ശരി, നമുക്കത് അവിടെ അവസാനിപ്പിക്കാമായിരുന്നു. പക്ഷേ അവസാനിപ്പിക്കാൻ കഴിയാത്ത എവിടെയാണ് ഈ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. മുഴുവൻ വന്നു പോലും നമുക്കറിയത്തില്ല. ഇപ്പോഴും ഒരുപാട് വിവരങ്ങൾ ഇപ്പോഴും പുറത്തു വരാനുണ്ടല്ലോ. അപ്പോഴാണ് നമുക്കൊരു നിലയ്ക്കും ഗുണപരമല്ലാത്തൊരു ട്രേഡ് ഡീൽ നമ്മൾ ഒപ്പുവയ്ക്കുന്നത്. അപ്പോഴാണ് നമ്മൾ ട്രംപിൻ്റെ പഴയ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓർക്കുന്നത്, ഞാൻ വിചാരിച്ചാൽ എനിക്ക് മോദിയുടെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കാം, പക്ഷേ ഞാനത് ചെയ്യുന്നില്ല, ഹീസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്, നല്ല സുഹൃത്താണ്, എൻ്റെ ഗുഡ് ഫ്രണ്ടാണ് അദ്ദേഹം എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യം, ഏതെല്ലാമോ നിലയ്ക്ക് എന്തെല്ലാമോ ട്രാപ്പിൽ അല്ലെങ്കിൽ ഏതോ കൈൻഡ് ഓഫ് ബ്ലാക്ക് മെയിൽ എന്തോ ഒരു സംഗതിയിൽ കുടുങ്ങി സർക്കാർ രാജ്യ താല്പര്യത്തെ ബലി കഴിച്ചു എന്ന പോയിന്റിലാണ് രാഹുൽ ഗാന്ധി ഊന്നി നിൽക്കുന്നത്. അതിന് മറുപടി പറയാൻ അവരെ കൊണ്ട് പറ്റുന്നില്ല എന്നതുകൊണ്ട് അവരെന്ത് ചെയ്യാണ്, ഈ ബഹളം ഉണ്ടാക്കുകയാണ്. അയാളെ ഇപ്പം ഞങ്ങൾ അയോഗ്യനാക്കാൻ പോകുന്നതൊക്കെ പ്രഖ്യാപിക്കുകയാണ്. ഞാൻ അതിൽ ഏറ്റവും പ്രതീക്ഷാനിർഭരമായി കാണുന്ന കാര്യം അതിൽ രാഹുൽ ഗാന്ധിക്ക് ഒരു ഭയപ്പാടും തോന്നുന്നില്ല എന്നുള്ളതാണ്. യെസ്, രാഹുൽ ഗാന്ധിയെ നിശബ്ദനാക്കാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. പാർലമെൻറ്റിൻ്റെ അകത്തും നമ്മളത് കണ്ടതാണ്. ഇപ്പോഴത്തെ ഈ BJP യുടെ നീക്കം തികച്ചും ജനാധിപത്യ വിരുദ്ധമാണെന്ന് മാത്രമാണ് പറയാനുള്ളത്.